നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് കൈവച്ചാൽ പൊള്ളുന്ന മാർക്കറ്റായിരുന്നു. രാവിലെ വലിയ ഒരു വോളട്ടൈലായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് മൂവിങ് എന്ന് പറയാം. എന്നിരുന്നാലും രാവിലെ വല്ലാത്ത ഒരു ടെൻഷനിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോയെങ്കിലും 3 SL ആണ് രാവിലെ ഹിറ്റടിച്ചത്. രണ്ടാമത്തെ സെഷനിൽ ഞങ്ങൾ വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത്. ടോട്ടലി 13 ട്രേഡുകൾ ഇന്ന് ഞങ്ങളെടുത്തു. അതിൽ 9 എണ്ണം പ്രോഫിറ്റും രാവിലെ പറഞ്ഞ 3 എണ്ണം SL അടിച്ചു. ഒരെണ്ണം കോസ്റ്റിൽ ഇറങ്ങേണ്ടി വന്നു. എന്നിരുന്നാലും ഇന്നും ഞങ്ങൾ നല്ല പ്രോഫിറ്റിലാണ്. എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായ 2 ദിവസത്തെ ഒരു ഹ്യൂജ് ഫോളിന് ശേഷം ഒരു സ്ട്രോങ് റിക്കവറിയാണ് ഇന്ന് നടന്നത് കണ്ടത്. തുടക്കത്തിൽ താഴേക്ക് പോയിരുന്നെങ്കിലും രണ്ടാമത്തെ സെക്ഷനിൽ വളരെയധികം ശക്തിയായ ഒരു റാലിയിലൂടെ ഇന്ന് വിപണി മാർക്കറ്റ് വളരെയധികം പോസിറ്റീവിലേക്ക് എത്തുകയായിരുന്നു. നിഫ്റ്റി ഏതാണ്ട് 200 പോയിന്റിൻ്റെ മേലെയാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സർക്കാർ തലത്തിൽ നടപടികൾ കൈക്കൊള്ളും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ മാർക്കറ്റിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന്. അതാണ് ഒരു പ്രത്യേക കാരണം. നഷ്ടത്തോടെയാണ്, നേരത്തെ പറഞ്ഞ രൂപത്തിൽ നഷ്ടത്തോടെയാണ് മാർക്കറ്റ് ആരംഭിച്ചതെങ്കിലും സെക്ടറുകൾ വളരെയധികം പോസിറ്റീവിലേക്ക് എത്തി. സെൻസെക്സ് 204 പോയിന്റ് ലോസിൽ 70,165 ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചത്. 71,149 70,001 ഇടയിൽ ഇൻട്രാഡേയിൽ, പിന്നീട് 690 പോയിന്റ് പോസിറ്റീവിൽ 71,060 ക്ലോസ് ചെയ്യാൻ സാധിച്ചു. തുടക്കത്തിൽ 58 പോയിന്റ് ലോസിലാണ് നിഫ്റ്റി സ്റ്റാർട്ടിങ് ചെയ്തതെങ്കിലും ഇൻട്രാഡേയിൽ 21,482 21,137 ഇടയിൽ 215 പോയിന്റ് പോസിറ്റീവിൽ 21,453 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, HCL ടെക്നോളജീസ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടമുണ്ടാക്കിയത്. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ്, അദാനി പോർട്സ്, HDFC ലൈഫ് എന്നിവ ലോസിലും ബുക്ക് ചെയ്യേണ്ടി വന്നു. നാളത്തെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 21,380 ആയിരിക്കും ആദ്യ സപ്പോർട്ട്. 21,290, 22,000 എന്നിങ്ങനെ സപ്പോർട്ട് ആക്ട് ചെയ്യുമ്പോൾ 21,490, 21,570, 21,620 എന്നിങ്ങനെ റെസിസ്റ്റൻസും കീപ്പ് ചെയ്യും. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 44,960 ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും. 44,890, 44,690 എന്നിങ്ങനെ സപ്പോർട്ടുകൾ ഉണ്ടാവും. 45,150 ഫസ്റ്റ് റെസിസ്റ്റൻസും 45,330, 45,480 എന്നിങ്ങനെ റെസിസ്റ്റൻസുകൾ ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇന്നലെ കൊടുത്ത ജ്യോതി ലബോറട്ടറീസ് 537 ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ജ്യോതി ലബോറട്ടറീസ് ഓപ്പൺ ചെയ്തത് 538, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 535 വന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു എൻട്രി പോസിബിൾ ആയിരുന്നു. അത് പിന്നീട് നമ്മുടെ ടാർഗറ്റൊക്കെ കടന്ന് 554 എത്തി. നമ്മൾ 544 വരെയായിരുന്നു ടാർഗറ്റ് പറഞ്ഞത്. അതിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് UBL ആണ്. 1861 UBL പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1855 ഓപ്പൺ ചെയ്ത UBL പിന്നീട് അങ്ങോട്ട് താഴത്തേക്കാണ് വന്നത്. പിന്നീട് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. 1861 നമുക്ക് ബൈ ചെയ്യാൻ കഴിഞ്ഞു. അത് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1884 നമ്മൾ കൊടുത്തിരിക്കുന്നത് 1875 വരെയാണ് ടാർഗറ്റ്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ UBLലും ജ്യോതി ലബോറട്ടറീസിലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നാളത്തേക്കുള്ള ആദ്യത്തെ സ്റ്റോക്ക് വൈഭവ് GBL ആണ്. വൈഭവ് GBL 519.20 ഇപ്പോൾ നിൽക്കുന്നത്. 520 നമുക്കൊരു ബൈ എൻട്രി പോസിബിൾ ആണ്. 524, 527 എന്നിങ്ങനെ ടാർഗറ്റുകൾ കീപ്പ് ചെയ്യാം. 515 സ്റ്റോപ്പ് ലോസ് വെക്കണം. രണ്ടാമത്തേത് ആരോ ഫാർമയാണ്. ആരോ ഫാർമയിൽ 1165 സ്പോട്ട് പ്രൈസ്. 1100 നമുക്ക് 1167 ബൈ ചെയ്യാം. 1173, 1177 എന്നിങ്ങനെ 1178 എന്നിങ്ങനെ ടാർഗറ്റുകൾ വെക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് 1162. ഇതൊക്കെ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക.
ഈ ചാനലിൽ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ബേസിക് നോളജ് ഇല്ലാതെ ഒരിക്കലും മാർക്കറ്റിലേക്ക് വരരുത്. ബേസിക് നോളജെങ്കിലും സ്വായത്തമാക്കിക്കൊണ്ട് നിങ്ങൾ ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. നാളേക്കായി നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ, ബൈ.